ഉണ്ടായിരുന്നു. അപ്പൊ ആ ചെറിയ മക്കള് മാറുന്നു. അന്നപ്പം എല്ലാവരും പേടിച്ചു. അതിനാൽ അതിന്റെ സത്യം എന്താണ്? ഈ ലോകത്ത് പ്രേതപിശാചേ ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കുഴിച്ചിടുകയോ അതെങ്കിൽ കത്തിച്ചു കളയോ കൊണ്ടിലിട്ട് കത്തിച്ചു ചെയ്യൂ. അത് പിന്നെ പോകുന്നത് ദൈവത്തിന്റെ അടുത്തേക്കാണ്. പ്രേതം ഒരു സ്പേസ് മുണ്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ അമ്മമാരും എല്ലാവരും നിങ്ങളെ കാണാൻ വരും. എന്ന് വെച്ചാ അത് ഒരു പ്രേതമായിട്ടല്ല വരുന്നത്. പ്രേതം എന്നൊരു പേര് ഒരാരോ കണ്ടുപിടിച്ചത്. അതിന്റെ അറിവൊന്നും എനിക്കറിയില്ല. ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അതിന്റെ അറിവൊന്നും അറിയില്ല. അത് വലുതായി കഴിഞ്ഞിട്ട് എനിക്ക് ഫോണൊക്കെ കിട്ടിയല്ലോ. എന്നപ്പോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അങ്ങനെ സിനിമയിലൊക്കെ അറിഞ്ഞു. അപ്പം പുതിയ പുതിയ സീരിയലുകൾ, പ്രേതപിശാചികൾ, വായന്റെ മോള്, അങ്ങനെയൊക്കെയാണ് പ്രേതപിശാചികൾ ഉണ്ടാവുന്നത്. അങ്ങനെ കഥകളും പാട്ടുകളും ഒക്കെ പ്രേതപിശാചിലേക്ക് വന്നു. ഇപ്പൊ കുട്ടികളെല്ലാം വളർന്നിരിക്കുകയാണ്. കുട്ടികളെ ഇനി ഒരിക്കലും ഭയക്കണ്ട. ഒരു ചോദ്യം, താങ്കൾ പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വെരി ഗുഡ്. എന്തുകൊണ്ട് വെച്ചാൽ പ്രേതം പറയുന്ന ലോകമില്ല. കാണാൻ പേരുന്നല്ലാതെ പ്രേതമൊന്നും അല്ല. താങ്കൾക്ക് ഒരു പേടിയുമില്ല? ഇല്ല. പണ്ട് കാലത്ത് ചെറുപ്പമായപ്പോ എനിക്ക് പേടിയുണ്ടായിരുന്നു. ആ പേടി ഇപ്പോഴല്ലേ അറിയുന്നത്. കൂട്ടുകാരെ അടുത്ത എപ്പിസോഡിലേക്ക് അതുവരെ ബൈ.